തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്നു കത്തിപ്പിളരുന്ന കൊള്ളിയാൻ. കരിമേഘങ്ങൾ കട്ടപിടിച്ച മാനം കുത്തിപ്പിളർന്ന് ചുഴറ്റി വീശിയിട്ടും കേൾക്കുന്നില്ല. ഇടിവാളിന്റെ പ്രകമ്പനം എന്റെ കാതുകളിലെത്തുന്നില്ല. അലയും നുരയും ഇട്ട് പുളച്ചു മറിഞ്ഞൊഴുകുന്ന റൈൻ നദിയിൽ നിന്ന് നീരൊച്ച ഉയരുന്നില്ലല്ലോ. മണ്ണും മരവും വാരിയെറിഞ്ഞ് കൊടുങ്കാറ്റ് ഊതുമ്പോഴും എന്തേ ഒരു ഇല അനക്കമെങ്കിലും കേൾക്കുന്നില്ല. മിന്നൽ പിണറുകൾക്ക് പിന്നാലെ ഭൂമി പിളർത്തുന്ന ഇടിനാദം ഉയർന്നിട്ടും കാറ്റിനൊപ്പം ഇല അനക്കവും കിളിനാദവും ഉണ്ടായിട്ടും ബിദോ, നിനക്ക് മാത്രം കേൾക്കാനാവുന്നില്ല. വൈദ്യശാസ്ത്രം അന്ത്യവിധി എഴുതിക്കഴിഞ്ഞു. ബിദോവൻ ബധിരനാണെന്ന്. ഈ ദുർവിധി ലോകമറിയുന്നതിന് മുമ്പേ തീർച്ച ബിദോവൻ ആത്മഹത്യ ചെയ്യും. സിംഫണികളുടെ രാജകുമാരൻ. നാടകരചന ആര്യനാട് സത്യൻ. ശബ്ദം നൽകുന്നവർ എം.ആർ. ഗോപകുമാർ, ഭാഗ്യലക്ഷ്മി, ജി.ആർ. നന്ദകുമാർ, കാലടി ഓമന, അനന്തപുരം രവി, ആൽബർട്ട് അലക്സ്, പള്ളിപ്പുറം ജയകുമാർ, ശ്രീജിത്ത് ബാല, മാസ്റ്റർ ബ്രഹ്മദത്ത് അയ്യർ, ബിജു കല്ലുവാതുക്കൽ, മണികണ്ഠൻ മടവൂർ, കോട്ടയം അനിൽ. പശ്ചാത്തല സംഗീതം ബൈജു അഞ്ചൽക്കാരൻ. സാങ്കേതിക സഹായം സജി മാത്യു. സംവിധാന സഹായം എം നിസാമുദ്ദീൻ, പുഞ്ചിരി രാജേന്ദ്രൻ. സംവിധാനം എൻ ശശികുമാർ. സിംഫണികളുടെ രാജകുമാരൻ. ബിദോ, 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 നിങ്ങൾ എവിടെയാണ്? നിങ്ങളുടെ പ്രേമഭാജനം ലോർച്ചനിത വന്നിരിക്കുന്നു. ആഹാ, ഇവിടെ പതുങ്ങിയിരിക്കുന്നു. വിയന്നയിലെ മുഴുവൻ പ്രഭുകുമാരികളുടെയും ഹൃദയം കവർന്ന് വിലസി നിൽക്കുന്ന എന്റെ പ്രിയപ്പെട്ട പ്രേമഗായകൻ ബിദോ. ഒരു പൂവിതൾ പോലെ ലളിതവും ജ്വലിക്കുന്ന സൂര്യന്റെ ഉഗ്രതാപവും ഊർജവും നിറഞ്ഞ് രണ്ടാം സിംഫണി പൂർത്തിയായിട്ടും ഈ ലോർച്ചനോട് പറഞ്ഞില്ല. പ്ലീസ് ബിദോ, എനിക്ക് മാത്രമായി അതൊന്ന് കേൾപ്പിക്കൂ. നിർത്ത്. എന്റെ സംഗീതം ചോർത്തിയെടുക്കാനുള്ള നിന്റെ ഈ പുഴുത്ത തന്ത്രം ബിദോവിനോട് വേണ്ട. ബിദോ, വേണ്ട. എന്റെ ഭർത്താവുണ്ടല്ലോ, ആ യൂസ്ലെസ് ഡോക്ടർ വാഗ്ലർ. ഞാൻ ബധിരനാണെന്ന് അയാൾ നിന്നോട് പറഞ്ഞു. നിനക്കത് പരീക്ഷിച്ചറിയണം. പൊയ്ക്കോ. ലോകത്തുള്ള മുഴുവൻ ഡോക്ടർമാരോടും മാത്രമല്ല, എനിക്ക് വെറുപ്പാണ് അവരുടെ ഭാര്യമാരോടും. സോ ഗെറ്റ് ഔട്ട്, ഗെറ്റ് ഔട്ട്. ഏത് ചെകുത്താനാണ് നിങ്ങളെ ബാധിച്ചിരിക്കുന്നത് ബിദോ? പ്ലീസ് ഗെറ്റ് ഔട്ട്. ഐ സേ ഗെറ്റ് ഔട്ട്. ലോർച്ചൻ, എന്റെ പ്രിയ കാമുകി, മാപ്പ്. നിന്നെ ഇപ്പോൾ ആട്ടിയിറക്കിയ ക്രൂരത മനഃപൂർവമാണ്. ഈ ഏകാന്തതയിൽ ബധിരനായ ബിദോവിനിത മരണക്കുരുക്ക് മുറുക്കാൻ പോകുന്നു. മാപ്പ്, മാപ്പ്. ലുഡ്വിഗ്, പപ്പ, നിനക്ക് ആത്മഹത്യ ചെയ്യണോ? ആത്മഹത്യ ചെയ്യണോ മോനെ? മമ്മ, അതിനും മാത്രം എന്താ നിന്റെ കുറവ്? പപ്പ, മമ്മ,
എന്റെ ഈ അടഞ്ഞ ചെവികളൊന്ന് കുത്തി തുറന്നു തരൂ. എന്റെ പപ്പയുടെയും മമ്മിയുടെയും ശബ്ദം ഒന്ന് കേട്ടോട്ടെ. കേൾക്കാൻ കാതുകൾ വേണോ മോനെ? കാലില്ലാത്തവർ സഞ്ചരിക്കുന്നു, കൈയില്ലാത്തവർ പ്രവർത്തിക്കുന്നു, കണ്ണില്ലാത്തവർ കാണുന്നുണ്ടല്ലോ. ബധിരതയുടെ നെഞ്ചിൽ ചവിട്ടി നിന്ന് അത്യപൂർവമായ സിംഫണികൾ, വയലിൻ, പിയാനോ, സുണറ്റകൾ ഒക്കെ ഒരുക്കണം മോനെ. അങ്ങനെ ലൂഡ്വിഗ് വാൻ ബിതോവനായ ഞങ്ങളുടെ മോനെ സിംഫണികളുടെ രാജകുമാരനായി ലോകമറിയട്ടെ. വാക്കുതാ മോനെ, പപ്പയുടെയും മമ്മയുടെയും ആദ്യം അവസാനിക്കട്ടെ. എന്റെ മമ്മ, പപ്പ അനുഗ്രഹിക്കണം. ശബ്ദതരംഗങ്ങളുടെ കമ്പനം കൊണ്ട്, അല്ലെങ്കിൽ കണ്ണുകളിലൂടെ ഈ പ്രപഞ്ച സ്വരങ്ങൾ കേൾക്കാൻ എന്നെ അനുഗ്രഹിക്കണം. ഇത്രയും നേരം ഞാൻ ആരോടാ സംസാരിച്ചത്? പപ്പയും മമ്മയും മരിച്ചത് മറന്നുപോയോ ബിതോവൻ? ഓ, നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. റീസ്, ഓ, ഗുഡ് മോർണിംഗ് ഡോക്ടർ വാഗ്ലർ. അയാൾ എവിടെ? 35 വയസ്സ് പൂർത്തിയാക്കിയ നിന്റെ യജമാനൻ, സംഗീത സമ്രാട്ട് വിധോ. നീ അയാളുടെ സഹായി മാത്രമല്ല, മനസാക്ഷിയുടെ കാവൽക്കാരനുമാണല്ലോ. പരിചിതരെയൊക്കെ ക്ഷണിച്ചു വരുത്തിയിട്ട് അയാൾ എവിടെയാ ഒളിച്ചിരിക്കുന്നത്? ഡോക്ടറെ, അതിഥികളാണെങ്കിലും ക്ഷമ പരീക്ഷിക്കുന്നതിന് പരിമിതിയുണ്ട്. ഈ മർമറിംഗ്, ഷൌട്ടിംഗ് ആകാൻ അധിക നേരം വേണ്ടിവരില്ല. ബിഥോവൻ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. ഈ അവസ്ഥ തരണം ചെയ്യാൻ ഒരു ബുദ്ധി എന്റെ തലയിൽ ഉദിക്കുന്നതേയില്ല ആന്റൺ. എനിക്ക് ഉറപ്പുണ്ട്, കൃത്യസമയത്ത് തന്നെ മാർഷെത്തും. തൽക്കാലം നമുക്ക് അവരെ വെൽക്കം ചെയ്യാം. യെസ്, വരുന്നത് വരട്ടെ. വെൽക്കം ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. വെൽക്കം ടു ദി 35th ബർത്ത്ഡേ സെറമണി ഓഫ് അവർ ഗ്രേറ്റ് ലുഡ്വിഗ് വാൻ ബിഥോവൻ. ഓർമ്മയിൽ ഓളമിളക്കുന്ന മധുരഗാനങ്ങളും ഒരിക്കലും മരിക്കാത്ത അത്യപൂർവ രാഗങ്ങളും ലോക സംഗീതത്തിന് സംഭാവന ചെയ്തുകൊണ്ട് മൊസാർട്ടും ഹേഡനും നിർത്തിയെടുത്തു നിന്ന് സംഗീതത്തെ പിടിച്ചുയർത്തി മനുഷ്യ മനസ്സിൽ അനന്തവും അജ്ഞാതവും അപ്രമേയവുമായ വികാരങ്ങൾക്ക് തിരികൊളുത്തുന്ന മാലാഖമാരുടെ താരാട്ടായ സംഗീതത്തെ പച്ചയായ ജീവിതത്തിന്റെ പാതാള ചുഴികളിൽ മുക്കിയെടുത്ത് വികാരങ്ങളുടെ വിചിന്തനങ്ങളാക്കി പ്രവചനാതീതമായ സംഗീത കുളിർമഴ പെയ്യിക്കുന്ന തന്നിഷ്ടത്തിന്റെ പ്രവാചകൻ, ഒളിമ്പസിൽ നിന്നിറങ്ങി വന്ന ദേവദേവൻ. ലുഡ്വിഗ് വാൻ ബിഥോവന്റെ ജന്മദിനാഘോഷത്തിലേക്ക് സ്വാഗതം, ഹാർദമായ സ്വാഗതം. ബിഥോ, നിങ്ങൾ ഇപ്പോഴെങ്കിലും വരാതിരുന്നെങ്കിൽ നിങ്ങൾക്ക് മാത്രമല്ല ഞങ്ങൾക്ക് നാണക്കേടാകുമായിരുന്നു. ഇനി വൈകണ്ട, വരൂ, വന്നാ കേക്കൊന്ന് മുറിക്കൂ പ്ലീസ്. ബിഥോ, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു ബിഥോ, പ്ലീസ്. നോ, ആര് പറഞ്ഞിട്ടായി കേക്ക്? മെഴുകുതിരി കത്തിക്കാൻ എന്താ ബിഥോവിന്റെ ഉള്ളിൽ ഇരുട്ട് മൂടിപ്പോയോ? ഉണ്ടോന്ന? മാഷേ, പ്ലീസ്, അവരൊക്കെ നോക്കുന്നു, ഒന്ന് പതുക്കെ. നീ ആരാ എന്നെ നിയന്ത്രിക്കാൻ? പോ പുറത്ത്. ഓ, പ്ലീസ് കൂൾ ഡൗൺ ബിഥോ. ആ ലോണിലിരിക്കുന്നവരൊക്കെ തന്റെ സുഹൃത്തുക്കളാണ്. യെസ്, യുവർ ഓൺ ഗസ്റ്റ്. സി, മാർക്കറ്റ് പ്ലേസിൽ നിന്ന് വടക്കോട്ട് കൊളോൺ ഗേറ്റ് വരെയുള്ള മുഴുവൻ VIP വന്നിട്ടുണ്ട്. അവർക്ക് നേരിട്ട് ഒരു ഗ്ലാസ് വൈനെങ്കിലും, അറ്റ്ലീസ്റ്റ് എ സ്മൈൽ. ഇല്ല, കുടിക്കില്ല. ബിഥോവന്റെ ചോര കുടിക്കാൻ കാത്തിരിക്കുന്ന ആ നായ്ക്കൾക്ക് ഒരു തരി എച്ചിൽ പോലും കൊടുക്കില്ല. എണീറ്റ് പോ. ബിഥോ, പ്ലീസ്. ഐ സേ ക്ലിയർ ഔട്ട്. ഓസിന് വിരുന്നുണ്ണാൻ വന്നത് നാണം കെട്ട വർഗം. അതുകൊള്ളാം, ക്ഷണിച്ചിട്ടല്ലേ വന്നത്? ഞാൻ അപ്പോഴേ പറഞ്ഞതാ, ഷുവർ ഹീസ് മാഡ്.
ഇത് അഹങ്കാരമാണ്. ഓ ഗോഡ്, പ്ലീസ് നാണക്കേടായി പോവാ. പ്ലീസ് പ്ലീസ് ഡോണ്ട്. ഒന്നും തോന്നരുത്. അദ്ദേഹത്തിന്റെ മനസ്സിലിപ്പോൾ പുതിയ ഏതെങ്കിലും സിംഫണിയാവും. പ്ലീസ് പ്ലീസ് സർ, ആരും പോകരുത്. ഇറ്റ് ഈസ് ടു മച്ച്. അസഹനീയം. ആ പോട്ടെ. ഇപ്പോ കേൾക്കുന്നത് നിങ്ങളുടെ 3-ാം സിംഫണിയല്ലേ? പ്രിയ യോദ്ധാവ് നെപ്പോളിയന് സമർപ്പിച്ച താങ്കളുടെ പ്രിയപ്പെട്ട 3-ാം സിംഫണി. എന്തിനാണിപ്പോൾ അത് കേൾപ്പിക്കുന്നത്? എന്റെ ഈ 3-ാം സിംഫണി ശാപഗ്രസ്തമാണ്. ഞാനിതിന് ഇറോയിക്ക എന്ന് പേർ വിളിക്കുന്നു. നെപ്പോളിയൻ എന്ന കാട്ടുകുതിരയോടുള്ള പ്രതിഷേധം. ബിധു, നിങ്ങൾ എന്തൊക്കെയാണ് ഈ പുലമ്പുന്നത്? നിങ്ങൾ എന്തിനാണ് പേപ്പർ കത്തിക്കുന്നത്? ബിധു, ഇത് വെറും പേപ്പറല്ല, 3-ാം സിംഫണിയുടെ എഴുത്തുരേഖ. ഭ്രാന്ത് പിടിച്ചൊരു കാട്ടുകുതിരയുടെ ഓർമ്മകൾ. ഓ ഗോഡ്, പ്ലീസ് പ്ലീസ് ബിധു, അത് കത്തിക്കരുത്. ഞാനിതൊന്ന് അണച്ചോട്ടെ. ശേഷിക്കുന്നെങ്കിലും നമുക്ക് തിരിച്ചെടുക്കാം. മിഥു, നെപ്പോളിയനോട് നിങ്ങൾക്ക് ആരാധനയും ബഹുമാനവുമായിരുന്നല്ലോ. ഇപ്പോഴിങ്ങനെ എന്താ? ആ ചതിയൻ ചക്രവർത്തിയായി സ്വയം പ്രഖ്യാപിച്ചിരിക്കുന്നു. നെപ്പോളിയൻ ദ ഡിക്റ്റേറ്റർ. അതിൽ സന്തോഷിക്കുകയല്ലേ വേണ്ടത്? സ്വന്തം സ്നേഹിതൻ ഒരു വൻ രാഷ്ട്രത്തിന്റെ ചക്രവർത്തിയാകുക. ലക്കി മാൻ. യെസ്, ഒരു സാധാരണ പട്ടാളക്കാരനിൽ നിന്ന് ഒരു അസാധാരണ സ്വേച്ഛാധിപതിയായ ഭരണാധിപനിലേക്കുള്ള പരിണാമം. വിശ്വാസങ്ങളെയും വിശ്വസിച്ചവരെയും ഒരുപോലെ ചതിച്ചവൻ. ബീഥോവന്റെ മനസ്സിൽ നെപ്പോളിയനിത ഒരു പിടിച്ചാരം. ഞങ്ങളുടെ ബന്ധത്തിന്റെ അവസാനത്തിന് നിങ്ങൾ സാക്ഷി. അറിയിച്ചേക്ക്, ആ ചതിയനെ അറിയിച്ചേക്ക്. നോക്കൂ ആന്റൺ, ഈ കിളികൾ ആരെയോ തേടിക്കൊണ്ട് കലപില കൂട്ടുകയാണെന്ന് തോന്നുന്നില്ലേ? തീർച്ചയായും വാഗലർ, അവ ബിധോവനെ തിരയുകയാണ്. ഇവയുടെ ഓരോന്നിന്റെ ഒച്ച ബിധോവൻ തിരിച്ചറിഞ്ഞിരുന്നു. യജമാനെ കാണാത്തതിലുള്ള പ്രതിഷേധം അല്ലെങ്കിൽ പരിഭവം. മിസ്റ്റർ ആന്റൺ, ബിഥോവന്റെ സ്വഭാവത്തിൽ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഐ മീൻ എനി മാനറിസം? യെസ്, വൃത്തിയുള്ള വസ്ത്രം ധരിക്കുന്നില്ല, വിരുന്നിൽ വഴക്കുണ്ടാക്കുന്നു. വൺ തിങ് ഈസ് ഷുവർ, ഈസ് റെസ്റ്റ്ലെസ്. ബിഥോവനിൽ പിടിമുറുക്കിയ ഏതോ ദുരന്തത്തിന്റെ സൂചനയാണ് ഈ അസ്വസ്ഥത. മുറി അടച്ചു പുതച്ചിരുന്നാൽ വന്നവര് പൊയ്ക്കൊള്ളുമെന്ന ബുദ്ധി. അഹങ്കാരമാണിത്. സംഗീത ദേവതയെ കൈപ്പിടിയിൽ ഒതുക്കി എന്ന അഹങ്കാരം. ഇത് കണ്ടോ? ഞാൻ അയാൾക്ക് സമ്മാനിക്കാൻ കൊണ്ടുവന്ന ബർത്ത്ഡേ ഗിഫ്റ്റാ. എന്നിട്ട് താനെന്താ അത് കൊടുക്കാതിരുന്നത്? ഡേ വാഗ്ലർ, ചൊടിപ്പിക്കാൻ നോക്കരുത്. കതക് തുറക്കാതെ അകത്ത് കയറാൻ ഞാനെന്താ മന്ത്രവാദിനിയാണോ? ഞാനൊരു ഫൂൾ. വാഗ്ലർ, നിങ്ങൾ വരുന്നുണ്ടോ? നിൽക്ക്, ഒന്ന് വിളിക്കാമായിരുന്നില്ലേ? നിന്നോട് അയാൾ ദേഷ്യപ്പെടില്ല. കാരണം ഹി വാസ് മൈ ലവർ. അത് തന്നെയല്ലേ പറയാൻ വന്നത്? ഞാൻ എത്രമാത്രം ഉറക്കെ വിളിച്ചിട്ടും ഹീസ് ആക്ടിംഗ് ലൈക്ക് എ ഡഫ്. പൊട്ട ചെവിയൻ. വേണ്ട മാഷേ, മാഷേ വേണ്ട മാഷേ, പ്ലീസ് മാഷേ, ആ കൈയൊന്ന് കാണിക്കേ. ചോര നിൽക്കുന്നില്ലല്ലോ മാഷേ. ഞാൻ ഈ തുണിയൊന്ന് ചുറ്റട്ടെ. വിടാൻ ബിഥോവനെ പിടിക്കാൻ നിനക്കെന്ത് ബാധ്യതയാണ്? വിടടോ. എന്താ? എന്തു പറ്റി? എന്താ? എവിടുന്നാ ചോര? നോക്കട്ടെ. വൈൻ ഗ്ലാസ് കൊണ്ട് കുത്തി പൊട്ടിച്ചതാണ് സാറേ. കണ്ടില്ലേ, ചോര മുഴുവനും വാർന്നിറങ്ങി തീരുന്നു മാഷേ. ബിധു, ഇങ്ങനൊരു സാഹസത്തിന് കഷ്ടം. എന്തെങ്കിലും ഒരു കാരണം വേണ്ടേ ബിധു? കാരണം നീ തന്നെ ലോർച്ചൻ. നീയാണ് കാരണം. ഹൃദയം പറിച്ചെടുത്ത് നീയെ കൊണ്ടുവന്ന ആ ബർത്ത്ഡേ ഗിഫ്റ്റ് ഞാൻ വാങ്ങിയില്ല. അതിനാണോ ഇങ്ങനെയൊരു സാഹസം? സാഹസമല്ല, ഗതികേട്. മരിച്ച കാതുകളെ മറന്ന്
ഒരു കഴുകനെ പോലെ തുറിച്ചു നോക്കി കാമുകിയുടെ ഹൃദയത്തോടി പറയാനുള്ള ഗതികേട്. ആന്റൺ, റീസ്, വാഗ്ലർ എല്ലാവരോടുമായിട്ട് പറയുന്നു, ഈ ലോകത്തോട് മുഴുവൻ നിങ്ങൾ ആർത്തു വിളിച്ച് പറയണം, ലുഡ്വിഗ് വാൻ ബീഥോവൻ ബധിരനാണെന്ന്. ബീഥോവൻ ബധിരനാണെന്ന്. തളർന്നല്ലോ. വീഴാതെ പിടിക്കേ ആന്റൺ. മാഷേ, എന്റെ മാഷേ, ആന്റൺ, കുതിരവണ്ടി റെഡിയല്ലേ? വരൂ, വേഗം കൊണ്ടുപോവാം. ആ കൈയൊന്ന് ഉയർത്തി പിടിക്കേ, സൂക്ഷിച്ചേ. പതുക്കെ പതുക്കെ, വണ്ടിയിൽ കയറ്റൂ. വേഗം വേഗം. കുരുത്തം കെട്ടവൻ, 1000 വട്ടം കുരുത്തം കെട്ടവൻ തന്നെ. എന്നെപ്പറ്റി കുറഞ്ഞോനെന്നാ വിചാരം? നിനക്കൊക്കെ ഞാൻ വെറും ഒരു പിയാനോ വൈദ്യൻ. നോക്കി പേടിപ്പിക്കാതെ വണ്ടി മര്യാദയ്ക്ക് തിരിച്ചു വിട്ടു പോടോ. ആൻഡ്രിയാസ് അങ്കിൾ പുലർച്ചെ തണുപ്പിലും വല്ലാത്ത ചൂടിലാണല്ലോ. വരൂ. എങ്ങനെ ചൂടാവാതിരിക്കും ആന്റൺ? എവിടെ അയാൾ, ആ കള്ളൻ? ഏത് കള്ളന്റെ കാര്യമാണ്? അയാൾ തന്നെ, സൂര്യനെ ലക്ഷ്യം വെച്ച് പറക്കുന്ന ആ ചെമ്പരുന്ത്. പിയാനോയിലെ 88 കട്ടകളും ഒറ്റ ഇരിപ്പിന് തട്ടിമൂളിക്കുന്ന സംഗീത സമ്രാട്ട്, സിംഫണികളുടെ രാജകുമാരൻ. മനസ്സിലായില്ലേ? ബിധോവന്റെ കാര്യം തന്നെയല്ലേ? ദേ വരുന്നു. പ്രഭാത സവാരിയും വീഞ്ഞു സേവയും കഴിഞ്ഞിട്ടാ വരുന്നത്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഒക്കെ അവിടെ നിൽക്കട്ടെ. ആന്റൺ, കഴിഞ്ഞ ആഴ്ച ഈ പിയാനോ റിപ്പയർ ചെയ്തതിന് നിങ്ങളാണ് സാക്ഷി, ശരിയല്ലേ? ഇന്നലെ വൈകിട്ട് കണ്ടപ്പോൾ ശരിയായില്ല എന്നും പറഞ്ഞ് പൊളിച്ച തെറി. പ്രായത്തെ പോലും കണക്കാക്കിയില്ലെന്നേ. തെറ്റ് ചെയ്താൽ മാപ്പ് പറയാനുള്ള മര്യാദ കാണിക്കണം. പറഞ്ഞതിൽ എന്താ തെറ്റ്? അടിക്കടി കാശ് പറ്റുന്നതല്ലാതെ അതിന്റെ ശബ്ദം പുറത്തു വരുന്നുണ്ടോ? സംഗീത തരംഗങ്ങളുടെ സ്ഫുടത എവിടെ? മനസ്സിന്റെ മായാലോകത്തു നിന്നും ഭാവനയുടെ ചിറക് വെച്ച ഭാവഗീതങ്ങൾക്ക് രൂപം കൊടുക്കാൻ എന്റെ ആൻഡ്രിയാസ് അങ്കിളെ നോക്കൂ, ഒരു കുഞ്ഞെലിയുടെ ചിലമ്പലെങ്കിലും ഈ പിയാനോയിൽ നിന്ന് വരുന്നുണ്ടോന്ന്? ബിധോ, ഒന്ന് നിർത്തുന്നുണ്ടോ? ചെവിക്കല്ല് പൊട്ടിപ്പോയല്ലോ. ബീത്തോ, ഇത്രയധികം ഉച്ചത്തിൽ വായിച്ചാൽ പിയാനോ തന്നെ തകർന്നു പോകും. ആന്റൺ, അടിസ്ഥാനമില്ലാത്ത പഴിയല്ലേ പറഞ്ഞത്. ആട്ടെ, എന്തെങ്കിലും തകരാറുണ്ടോ ഈ പിയാനോയ്ക്ക്? ഒരു തകരാറുമില്ല ബിധോ. നിങ്ങൾ വെറുതെ പഴി പറയുന്നതാണ്. മതി. രണ്ടാളും ചേർന്നുകൊണ്ടൊരു ഫൗൾ പ്ലേ. ബിധോവിന് ചെവി കേൾക്കില്ലെന്ന് ഉറപ്പിച്ചെടുക്കാനുള്ള ഗൂഢതന്ത്രം. എനിക്കറിയാം, കുറുക്കനെ പോലെ, കുറുനെരിയെപ്പോലെ സൂത്രശാലികളായ ക്രൂരന്മാരാണ് എനിക്ക് ചുറ്റും. കാണണ്ട, ഒന്നിനെയും കാണണ്ട. പൊയ്ക്കോ. കുഞ്ഞെ ബീതോ, ആ ജനാലകൾ തകർന്നു പോകും. നിനക്ക് ചെവി കേൾക്കാത്തതിന് അതൊക്കെ എന്തു പിഴച്ചു? യു ദ ഡെവിൾ. എനിക്ക് ചെവി കേൾക്കില്ലെന്ന് താനും ഉറപ്പിക്കുന്നു. ജരയും നരയും ബുദ്ധിയെ തകിടം മറിച്ചതിന്റെ ഫലം തന്നെ ഞാനും ഇടിച്ചു പിഴിയുക തന്നെ. ബിധോ, പ്ലീസ്, എന്താ കാണിക്കുന്നത്? അദ്ദേഹം മരിച്ചു പോവും. വിടന്ന്. കഴിഞ്ഞ ജീവിതം മുഴുവനും മുട്ടുസൂചിയുടെ വീഴ്ച പോലും കേട്ട് സുഖിച്ച എന്റെ ചെവികൾ ഈ കൊന്നൊരുത്ത പുഴയുടെ ചിരിയും പുൽപ്പുറത്തെ നിഴൽ പായയിലിരുന്ന് പാടുന്ന ഇടയ ചെറുക്കന്റെ വേണുനാദവും കേട്ട് ഈണമൊരുക്കിയ ബിധോവൻ ബധിരനാണെന്ന് പറഞ്ഞാൽ പിന്നെന്തിനാണ് ഈ പിയാനോ? പോട്ടെ, തകർന്നു പോട്ടെ. ബിതോ, മൈ ഡിയർ സൺ. ബിധോ, പ്ലീസ്. നോ, എനിക്കൊരല്പ ഏകാന്തത. പൊയ്ക്കോ. എനിക്ക് ചുറ്റും വട്ടമിട്ട് നിൽക്കുന്ന വിധി. നീ എന്നോട് വിളയാടുകയാണോ? നോക്ക്, എനിക്കിപ്പോ ഇലത്തുമ്പിലെ ഹിമഗണങ്ങളുടെ മർമ്മരം കേൾക്കാം. വാനം പാടി ചുണ്ടനക്കിയാൽ, മുന്തിരിവള്ളിയിൽ കാറ്റ് വീണാൽ ആ മൃദുസ്വരങ്ങൾ ഞാൻ എന്റെ കണ്ണുകൾ കൊണ്ട് കേൾക്കുന്നു. വേണ്ട, എനിക്കിനി
ഈ കാതുകൾ വേണ്ട. ഞാനിത് മുറിച്ചെറിയാൻ പോവുകയാണ്. ലുഡ്വിഗ്, കത്തി താഴെയിട്. ഇടാൻ. പപ്പ, സോറി പപ്പ, അറിയാതെ. കൈയും കാലും ഉറയ്ക്കാത്ത പ്രായത്തിൽ മൈ ലിറ്റിൽ ലുഡ്വിഗ് പാതിരാവിന്റെ നിശബ്ദതയിൽ കള്ളിന്റെ ലഹരിയുമായി വന്ന് വിളിച്ചുണർത്തി വയലിൻ പഠിപ്പിച്ച പപ്പ. യുവർ ഓൺ പപ്പ. 13 വർഷങ്ങൾക്ക് മുമ്പ്. യെസ്, ദാറ്റ് അൺലക്കി 13. കുടിച്ച് കരളും കുടലും ദ്രവിച്ച് എന്റെ പപ്പ മരിച്ചതാണ്. എന്റെ പപ്പ മരിച്ചു കിടക്കുന്നത് ഞാൻ കണ്ടതാണ്. കൂൾ ഡൗൺ മൈ ബോയ്. അന്ന് മരിച്ചുപോയി, ഇന്ന് തിരിച്ചു വന്നു നിന്നെ ചിലത് ഓർമ്മിപ്പിക്കാൻ. മോനെ, എന്റെ മടിയിൽ നിന്നെ ഒന്ന് കിടത്തിക്കോട്ടെ. പപ്പ, ഞാനിപ്പോ ഒരുപാട് ചെറുതാവുകയാണ്. വെറുമൊരു ബാലൻ. 9 വയസ്സുള്ള ലുഡ്വിഗ് ബോൺ നഗരത്തിന്റെ പിന്നാമ്പുറത്തുള്ള ഒരിടങ്ങിയ ഇരുനില കെട്ടിടത്തിൽ കാറ്റുകയറാത്ത കുടിസുമുറി. ഹോ, മണി 12 ആയല്ലോ. ഉറക്കം വന്നിട്ട് വയ്യ. മമ്മ, പപ്പ ഇനി എത്തിയില്ല. ഞാൻ ഉറങ്ങുന്നു. ഗുഡ് നൈറ്റ് മമ്മ, ഗുഡ് നൈറ്റ്. ലുഡ്വിഗ്, മൈ ഡിയർ സൺ ലുഡ്വിഗ്, കഥ തുറക്ക്. ലുഡ്വിഗ്. ഓ പപ്പ, ഗോഡ് പ്രോമിസ്, ഞാൻ ഉറങ്ങിയിട്ടില്ല. ഇത്രയും നേരം പ്രാക്ടീസ് ചെയ്യുകയായിരുന്നു പപ്പ. ഇതാ കണ്ടില്ലേ വയലിൻ. കള്ളം പറയുന്നോടാ കുട്ടി നായെ. ഞാൻ വരുമ്പോ നീ ഉറക്കമായിരുന്നു. ചീവീടുകളുടെ കരച്ചിലല്ലാതെ നിന്റെ വയലിൻ സ്വരം ഞാൻ കേട്ടില്ല. നിന്റെ പപ്പ കുടിക്കും. കള്ളം പറയില്ല. കള്ളം പറയുന്നവരെ തല്ലിക്കൊല്ലും. ഇങ്ങനെ പപ്പ വേണ്ട പപ്പ, തല്ലണ്ട പപ്പ. നീ ഉറങ്ങില്ല, സത്യമാ. തല്ലണ്ട. ഞാൻ നിർത്തി. മനസ്സുണ്ടെങ്കിൽ പഠിച്ചാ മതി. വെക്കാം. നടക്കില്ല. എന്റെ മോഹങ്ങളൊന്നും നടക്കില്ല തന്നെ. വേണ്ട, നീ പഠിക്കണ്ട. പെണ്ണങ്ങല്ലേ പപ്പ. നോക്കിയേ, ഈ നെറ്റിയിൽ പപ്പച്ചി ഒരു ഉമ്മം തരുമോ? ഒറ്റ ഉമ്മം പ്ലീസ് പപ്പ. താങ്ക് യു പപ്പ. മോനെ, ഞാൻ നിന്റെ പപ്പ മാത്രമല്ല, ഗുരുനാഥൻ കൂടെയാണ്. എനിക്കറിയാവുന്നതൊക്കെ ഞാൻ നിന്നെ പഠിപ്പിച്ചു. ഇനിയും പ്രഗത്ഭനായൊരു ഗുരുനാഥനെ കണ്ടുപിടിക്കും. ഒന്നോർക്കണം, സംഗീതമായിരിക്കണം നിന്റെ ജീവിത ലക്ഷ്യം. വാക്കല്ലേ മോനെ? യെസ് പപ്പ. പപ്പയ്ക്ക് തന്ന വാക്ക് തെറ്റിച്ചിട്ടില്ല. സംഗീതമാണ് എന്റെ ജീവിതം. പക്ഷേ വിധി മറിച്ചായി പോയല്ലോ മോനെ. നിന്റെ ഈ ചെവികൾ എത്ര മറച്ചാലും സത്യം സത്യമല്ലാതാവുമോ? മോനെ, നീ ബധിരനാണ്. പപ്പ ഇതെങ്ങനെ സഹിക്കും? പപ്പ പറയുന്നതൊന്നും എനിക്ക് കേൾക്കാൻ കഴിയുന്നില്ല. പപ്പ. ബിധു, ബധിരത നിന്റെ സമനില തെറ്റിച്ചിരിക്കുന്നുവല്ലേ?
നീ എന്തിനാണിപ്പോൾ ലോർച്ചനെ കുറിച്ച് ആലോചിച്ചത്? ഒരിക്കൽ അവൾ നിന്റെ കാമുകയായിരുന്നു. ഇന്ന് ഡോക്ടർ വാഗ്ലറുടെ ഭാര്യയാണെന്നറിയില്ലേ? എന്നാലും ഒരു മോഹം. അവളെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ. ബിദോ, ബിദോ. ലോർച്ചൻ, അതിശയം തന്നെ. ഇപ്പോഴും നീയായിരുന്നു എന്റെ ചിന്തയിൽ. സത്യം. ഈ സത്യം ഞാൻ വിശ്വസിക്കുന്നില്ല. മനസ്സ് പറഞ്ഞു ഒന്ന് കാണണമെന്ന്. മറ്റൊന്നിനുമല്ല, അവസാനമായി നിങ്ങൾക്ക് വേണ്ടി വാങ്ങിയ ആ ബർത്ത്ഡേ ഗിഫ്റ്റ്. പ്ലീസ് ഇത് വാങ്ങൂ ബിദോ. ഇതാ. സോറി മൈ ഡാർലിംഗ്. അന്ന് എനിക്ക് ഭ്രാന്തായിരുന്നു. തരൂ. ദ ഓൺലി ആൻഡ് അൺഈക്വൽ ബർത്ത്ഡേ ഗിഫ്റ്റ്. എന്താണിതില്? തുറന്നു നോക്കൂ. തീരെ വിലയില്ലാത്തൊരു സാധനം. ഓ, ഫാന്റാസ്റ്റിക്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ചുവന്ന ടൈ. തീർച്ച ഇത് നിന്റെ പ്രേമത്തിന്റെ അടയാളം തന്നെ. നിലാവിൽ മഞ്ഞുതുള്ളി പോലെ, വസന്തത്തിൽ ലില്ലി പുഷ്പം പോലെ. ഓ ലോർച്ചൻ, അങ്ങനെ പോരാ, അതിനും അപ്പുറത്താണ് ഈ സമ്മാനം. ലോർച്ചൻ, നിനക്ക് വർണ്ണിക്കാനില്ലേ? ബിദോ, അന്തിവെയിലിന്റെ ആർദ്രതയായി, അന്തരാത്മാവിന്റെ തുടിതാളമായി ഞാൻ എന്റെ ഹൃദയരക്തത്തിൽ നെയ്തെടുത്ത് അനശ്വര പ്രേമോപഹാരം. യെസ്, സമ്മതിച്ചു. അനശ്വരമാണ് ഈ പ്രേമ ഉപഹാരം. ഞാനിത് ആരെയാണെന്ന് കാണിക്കേണ്ടത്? അത് കണ്ടോ, എന്നും നമ്മുടെ പ്രേമസല്ലാപത്തിന് കൂട്ടുവരാറുള്ള കുറുംപ്രാവ്. നോക്കൂ ബിദു, ഈ കുറുംപ്രാവ് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത് എങ്ങോട്ടാണ് അറിയുന്നുണ്ടോ നിങ്ങൾ? അറിയാം. ഇന്നലെയുടെ കുളിർ താഴ്വരയിൽ ഒലീവും മുന്തിരിയും വിരിച്ച തണൽ പായയിൽ പ്രേമത്തിന്റെ ദൂതുമായി എത്തുന്ന കുറുംപ്രാവിന്റെ ചിറകടി ഉണർത്തുന്ന ആ കൗമാരത്തിലേക്ക്, മധുരമായ ഓർമ്മ ദിനങ്ങളിലേക്ക് നമ്മൾ ഹൃദയങ്ങൾ ചേർത്തുവെച്ച് പരസ്പരം പുണർന്നു മയങ്ങിയ ആ കിനാവ് പോലെ മധുരമായ കൗമാരക്കാലം. നോക്കൂ കുറുംപ്രാവേ, എത്ര വട്ടം നിന്നെ വിലക്കിയതാണ് ഈ കള്ളച്ചെറുക്കനരികിൽ കുറുകിയും ചിറകടിച്ചും നിൽക്കരുതെന്ന്. നിന്റെ ശബ്ദങ്ങളെ കോർത്തിണക്കി ഇവൻ പുതിയൊരു രാഗമൊരുക്കും. എന്നിട്ട് അതാണ് വിശ്വപ്രേമത്തിന്റെ സംഗീതമെന്ന് പറഞ്ഞ് ഈ സുന്ദരിപ്പെണ്ണിന്റെ ഹൃദയത്തിലടിച്ചു കയറ്റും. പൊയ്ക്കോ, ഇനിയും ഇവിടെ കാണരുത്. പൊയ്ക്കോ. അയ്യോ ലോർച്ചൻ, എന്താ ഇത്? അവളെ ഓടിക്കരുത്. അവള് നോക്കി ഒരു പുതിയ രാഗം ഉണ്ടാക്കാൻ തുടങ്ങിയതാണ്. അതുകൊണ്ടാണ് ഓടിച്ചത്. പകരം എന്റെ ഈ കണ്ണുകളിലേക്ക് നോക്കൂ. പഴുത്ത ഗോതമ്പിന്റെ നിറമുള്ള ഈ മേനിയുടെ മണമേറ്റ് വിധു, നിനക്കൊരു സംഗീതത്തിന് ജന്മം കൊടുത്താലെന്താ? ലോർച്ചൻ, നിന്റെ ഈ മധുരമന്ത്രണം പോലെ ഉന്മാദം ഉണർത്തുന്ന ആ കണ്ണുകളുടെ നീലിമ, മേനിയുടെ സുഗന്ധം പ്രേമാർദ്രഭാവത്തെ വകഞ്ഞു മാറ്റി കാമാർദ്രഭാവം അലിഞ്ഞമരുന്നു. പ്രിയപ്പെട്ട എന്റെ കാമുകി, യെസ് യെസ്, ഐ ലവ് യു. ബിധു, എന്താണ് ഈ മൗനം? മനഃപൂർവ്വം ഒഴിഞ്ഞു പോയിട്ടും എന്തിനു പുറകെ വരുന്നു എന്നാണോ ചിന്തിക്കുന്നത്? ലോർച്ചൻ, ഒന്നും അവസാനിപ്പിച്ചതല്ല, മനഃപൂർവ്വം ഉണ്ടാക്കിയ ഒരു മറവി. വെണ്ണിലാവിൽ ഒഴുകി നടക്കുന്ന രാവിന്റെ താളം, കെട്ടുപിണയുന്ന യൗവനങ്ങളുടെ ശീൽക്കാരം, പൂവതളിൽ തുഷാരമണികൾ വീണുയരുന്ന നേർത്ത കുളിർ മർമരം. അവിടെ നീയും ഞാനും മാത്രം കൊതിച്ചുപോയി ലോർച്ചൻ, 1000 വട്ടം.
പക്ഷേ എനിക്കതൊന്നും ഒരിക്കലും കേൾക്കാനാവാത്ത വിധി. ബിധു, കരയരുത്, കരയരുത് ബിധു, ഒരിക്കലും കരയരുത്. ഇല്ല ഇല്ല, പ്ലീസ് എന്നെ ഒന്ന് തനിച്ചാക്കൂ. നിന്റെ ഈ പ്രേമ ഉപഹാരം, ഈ ചുവന്ന ടൈ, ഞാനിതണിഞ്ഞ് സ്വയം ഒന്ന് ആസ്വദിക്കട്ടെ. പ്ലീസ് പ്ലീസ്. ബിധു, നിന്റെ കണ്ണുകൾ ഏറിനണിഞ്ഞിരിക്കുന്നു. അതിനു മാത്രം നോവുണർത്തുന്ന ഏത് ചിന്തയിലാണ് നീ ഇപ്പോ? കടിഞ്ഞാണില്ലാത്ത കുതിരകളെ പോലെ അത് ഓടുന്നത് മമ്മയുടെ അടുത്തേക്കാണ്, മമ്മയുടെ അന്ത്യനിമിഷത്തിലേക്ക്. മമ്മ, ഓ മമ്മ, മോൻ എത്തിയോ? എന്റെ അമ്മ, ഞാനൊന്ന് ഉയർത്തി വട്ടം ചുറ്റിച്ചോട്ടെ. മോനെ, എന്നെ ഒന്ന് നിർത്തൂ. ഈ പൊട്ടറ്റോ സൂപ്പ് മുഴുവനും നീ കളയും. പൊട്ടറ്റോ സൂപ്പാണോ? ആ, എവിടെ എവിടെ എവിടെ, നോക്കട്ടെ നോക്കട്ടെ. ആ, എന്തൊരു ടേസ്റ്റ് അത്. സീമമ്മ, വിയന്നയിൽ കിട്ടുന്ന ഏത് വില കൂടിയ സൂപ്പും എന്റെ മമ്മയുടെ സൂപ്പിന്റെ വെട്ടത്ത് വരില്ല. അത്രയ്ക്കാ ഇതിന്റെ രുചി. മതി മതി, എനിക്കറിയില്ലേ നിന്നെ. യഹോവയ്ക്ക് പകരം മമ്മയെ ആരാധിക്കുന്ന സ്വഭാവക്കാരനല്ലേ നീ? കാണാത്ത ദൈവവും അറിയാത്ത മതവും എന്റെ മമ്മയോളം ആവോ? ഞാൻ അവയെ ഏറ്റവും വലിയ ശത്രുക്കളായാ കാണുന്നേ. അഹങ്കാരി, ദൈവദോഷം പറയുന്നോ? ശിക്ഷ കിട്ടാതെ നോക്കിക്കോ. മമ്മ, എന്താ ഈ ചുമ? നീ ദൈവദോഷം പറഞ്ഞുകൊണ്ട് ശിക്ഷയാ മമ്മയ്ക്ക് കിട്ടിയത്. മമ്മ, മമ്മ പ്ലീസ്. എന്റെ മമ്മ വല്ലാതെ അവശയായിരിക്കുന്നു. ഇങ്ങോട്ടിരിക്കെ. വാ, പതിയെ ഇരുന്നോളൂ. മമ്മയ്ക്ക് തീരെ സുഖമില്ല മോനെ. എനിക്കിനി അധിക സമയമില്ല. അയ്യോ, മമ്മ എന്താ പറയുന്നേ? എന്റെ മമ്മയ്ക്കൊന്നും സംഭവിക്കില്ല. മമ്മയ്ക്ക് വെള്ളം വേണോ? കുടിക്ക. എന്റെ മോനെ, എന്നെ ഒന്ന് കിടത്തു. പേടിക്കില്ല മമ്മ, ഞാൻ ഡോക്ടറെ വിളിക്കാം. പപ്പ എന്തേ? നമുക്ക് ആശുപത്രിയിലേക്ക് പോകാം. വേണ്ട, അതിന്റെ ആവശ്യമില്ല. അവസാനമായി എനിക്ക് നിന്നെ ഒന്ന് കാണണമെന്ന് തോന്നി. അതാ കത്തയെ ചൊല്ലിപ്പിച്ചത്. അയ്യോ, എനിക്ക് സഹിക്കുന്നില്ല. പപ്പ, പപ്പ, പപ്പ എവിടെ പോയി? പപ്പ. വേണ്ട, ഇരിക്കണ്ട. അമ്മയുടെ ദീനം സഹിക്കാനാവാതെ എവിടെയെങ്കിലും പിടിച്ച് കിടക്കുന്നുണ്ടാവും. മോൻ മമ്മയെ ചേർന്നൊന്നിരിക്കെ. കുറച്ചുകൂടെ. മോനെ, അമ്മ, എനിക്ക് പേടിയാവുന്നു. പാടില്ല മോനെ. യഹോവ തന്നു, യഹോവ എടുക്കുന്നു. മരണത്തെ ഭയക്കുകയല്ല, സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ് വേണ്ടത്. ഇപ്പോഴെന്തിനാ മരണത്തെക്കുറിച്ചൊരു ചിന്ത? എന്റെ മമ്മയെ ഞാൻ വിട്ടുകൊടുക്കില്ല. മരണത്തിന് ഞാൻ വിട്ടുകൊടുക്കില്ല. അമ്മ. അയ്യേ, കുഞ്ഞുങ്ങളെ പോലെ കരയുന്നു. മമ്മ ഒരുമ്മ തരട്ടെ, ഒരുമ്മ തരട്ടെ മോനെ. അമ്മ. മോനെ, മമ്മ. മോനെ, മമ്മയ്ക്കൊരു നിന്റെ പുതിയ സിംഫണി ഒന്ന് കേൾപ്പിക്കേ. ശരി മമ്മ. മമ്മ കിടന്നോളൂ.
എനിക്ക് ഭീകരമാണോ? എന്റെ മമ്മയുടെ ജീവൻ ഉയർന്നുയർന്നു പോകുന്നത് ഞാൻ കണ്ടു. ഇത് കാണാനാണോ എന്നെ കത്തിട്ട് വരുത്തിയത്? മമ്മ, ഞാൻ വാക്ക് തരുന്നു, ഞാൻ വിയന്നയിലേക്ക് തിരിച്ചു പോകും. സിംഫണികളുടെ രാജകുമാരനായി മടങ്ങി വരും. ഗുഡ് ബൈ. പ്രിയപ്പെട്ട മമ്മ, വാക്ക് പാലിക്കാൻ കഴിയുന്നില്ല. സിംഫണികളുടെ രാജകുമാരനിതാ ശബ്ദമില്ലാത്തൊരു ലോകത്തിൽ അകപ്പെട്ടിരിക്കുന്നു. ക്ഷമിക്കുമമ്മ. റീസ്, റീസ്, നീ ആരെ പ്രതീക്ഷിച്ചാ പുറത്തു തന്നെ നിൽക്കുന്നത്? കേൾവിയന്ത്രം കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ഏറ്റുപോയ മത്സലിനെയാണോ? അതേ മാഷേ, മിസ്റ്റർ മത്സലിന്റെ കേൾവി യന്ത്രത്തിന് ജർമ്മനിയിൽ മാത്രമല്ല പുറം നാടുകളിലും ആവശ്യക്കാരധികമാണ്. ബിഥോവന്റെ ബധിരതയ്ക്ക് അത് പരിഹാരമാവില്ലെന്ന് തോന്നിയിട്ടുണ്ടാവും. അതാ വരാത്തത്. നിരാശപ്പെടണ്ട, മിസ്റ്റർ മത്സൽ എത്തിക്കഴിഞ്ഞു. ഏറിയാൽ ചില നിമിഷങ്ങൾ കൂടെ, അത് കഴിഞ്ഞാൽ പിന്നെ എന്റെ മാഷ് കണ്ണുകൾ അടച്ച് ചെവി കൊണ്ട് കേൾക്കുന്ന ശുഭമുഹൂർത്തം. ഗുഡ് ആഫ്റ്റർനൂൺ വിധോ. ഗുഡ് ആഫ്റ്റർനൂൺ. കേൾവിയന്ത്രം റെഡിയല്ലേ? വൈകിക്കണ്ട, പരീക്ഷണം തുടങ്ങിക്കോളൂ. താങ്ക് യു. റീസ്, ഒരു കറുത്ത തൂവാല കൊണ്ട് കണ്ണുകൾ മറയ്ക്കൂ. ചെവി കൊണ്ട് കേൾക്കട്ടെ. മിസ്റ്റർ ബിധോ, ഞാനിത് ഏറ്റവും ശ്രദ്ധയോടെയാണ് നിർമ്മിച്ചത്. തീർച്ചയായും വിജയിക്കുക തന്നെ ചെയ്യും. ഞാനത് ചെവിയിൽ ഉറപ്പിക്കട്ടെ? ശരി. ഇപ്പോൾ ഒന്നും എനിക്ക് കാണാൻ കഴിയുന്നില്ല. ഇനി കേൾപ്പിച്ചോളൂ. റെഡി, 2, 3, 4. തുടങ്ങിക്കോളൂ. എന്താ തുടങ്ങാത്തത്? മത്സൽ കേൾപ്പിക്ക്, വേഗമാകട്ടെ. ഞങ്ങളെ പറ്റിക്കുകയാണോ? ആ മുഖം കണ്ടാൽ അറിയാം താങ്കളത് ആസ്വദിക്കുകയാണ്. എന്റെ മാഷേ, സംഗീത തരംഗങ്ങൾ അങ്ങയുടെ ഹൃദയത്തെ ഇളക്കി മറിക്കുന്നത് കാണാം. മാഷേ, ഫാന്റാസ്റ്റിക്. മത്സൽ, താങ്കളുടെ കേൾവിയന്ത്രം എന്റെ വിധിയെ കീഴടക്കി കളഞ്ഞു. എനിക്കിപ്പോ എല്ലാം കേൾക്കാം. എന്റെ മാഷേ, എന്റെ മാഷിനെ ഇനി ആരും ബധിരനെന്ന് വിളിക്കില്ല. ഈ തൂവാല ഞാൻ അഴിച്ചു മാറ്റട്ടെ? വിധോ, തൃപ്തിയായി. അങ്ങയ്ക്ക് കേൾവി ശക്തി തിരിച്ചു തരാൻ കഴിഞ്ഞ ഈ നിമിഷം സംഗീതലോകം ആർപ്പ് വിളിയോടെ സ്വീകരിക്കട്ടെ. മാഷേ, എന്റെ പൊന്നു മാഷേ, ഈ അത്ഭുത വാർത്ത ഞാൻ ലോകത്തോട് ഉറക്കെ വിളിച്ചു പറയട്ടെ? പറയൂ റീസ്. ബിധോവിന് വേണ്ടി മത്സൽ നിർമ്മിച്ച കേൾവിയന്ത്രം പരാജയപ്പെട്ടു പോയി. മാഷേ, വിധോ, താങ്കളുടെ യന്ത്രം തോറ്റുപോയി സുഹൃത്ത്. കണ്ണു കെട്ടിയപ്പോൾ ഇവിടെ ഉയർന്ന ഒരു ശബ്ദവും ഞാൻ കേട്ടില്ല. വികാരങ്ങൾക്ക് തിരികൊളുത്തുന്ന നാദപ്രപഞ്ചത്തിൽ ഞാൻ മാത്രം ഒരു അന്യൻ. ക്ഷമിക്കൂ ബിധോ, മോഹിപ്പിച്ചതിന് മാപ്പ്. ഇനി ഒരിക്കലും ഒരു കേൾവിയന്ത്രം ഞാൻ ഉണ്ടാക്കില്ല. ഗുഡ് ബൈ. റീസ്, നിന്റെ മാഷ ഉൾവലിയുകയാണ്. 4 ചുവരുകൾക്കുള്ളിലെ ചെറിയ വലിയ ലോകത്തേക്ക്. എന്റെ മാഷേ, മാഷേ, എനിക്കിത് സഹിക്കാനാവുന്നില്ല. തോറ്റുപോയ ആ പരീക്ഷണം അങ്ങ് മറന്നേക്കിടോ. ഒരു ബുക്കും പേനയും എടുത്ത് പുറത്തു വയ്ക്ക്. എന്നിട്ട് വാതിലടയ്ക്ക്. ഇനി ബിഥോവൻ സംസാരിക്കുന്നത് ആ ബുക്കിലൂടെ മാത്രം. മനസ്സിലായില്ലേ? ഇനി എന്നെ കാണാൻ ആരെയും അനുവദിക്കരുത്. എന്റെ മാഷേ, ഞാൻ അദ്ദേഹത്തിന്റെ സെക്രട്ടറിയാണ്, ബയോഗ്രാഫറാണ്. ആന്റൺ വന്നിരിക്കുന്നു, ഒന്ന് പോയി പറ. പറ്റില്ല. പറയാനുള്ളത് വിസിറ്റേഴ്സ് ബുക്കിൽ എഴുതരൂ. അതാണ് കൽപ്പന. നിന്റെ ഈ വാശി ശരിയല്ല റീസ്. ഡോക്ടറായി എന്നെ നീ എന്തിനു തടയണം? കടത്തി വിട്ടാൽ അതിനുള്ള ശിക്ഷ എനിക്കായിരിക്കും. റീസ്,
ലോർച്ചനെ കടത്തിവിട്ടതിന് ഒരു ശിക്ഷയും നിനക്ക് അനുഭവിക്കേണ്ടി വരില്ല. വാദപ്രതിവാദത്തിന് ഞാനില്ല. എന്റെ യജമാനന്റെ തീരുമാനങ്ങൾ ഉറച്ചതാണ്. ബിധോവന്റെ തീരുമാനങ്ങൾക്ക് ആയുസ് കുറവാണെന്ന് ആർക്കാണ് അറിയാത്തത്? അല്ല, ബിധോവനിന് കുറച്ച് തീരുമാനങ്ങളേ ഉള്ളൂ. അവ ഉറച്ചതായിരിക്കും. നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടത്? നിങ്ങൾ കണ്ടില്ലെന്ന് നടിക്കണ്ട. ഗേറ്റിൽ ടുലറ്റ് ബോർഡ് വീട്ടുടമ വച്ചു കഴിഞ്ഞു. ഇറക്കി വിടും മുമ്പ് വീടൊഴിഞ്ഞ് ഞങ്ങളുടെ കൂടെ വരണം ബിധോവ്. ചിരിക്കണ്ട. വാടക കുടിശ്ശിക വർഷങ്ങളായി തുടരുകയാണെന്ന് അയാൾ തെരുവിലിറങ്ങി നിന്ന് പറഞ്ഞാലേ തനിക്ക് മാത്രമല്ല ഞങ്ങൾക്കും അത് നാണക്കേടാണ്. ഒരു പിശുക്കൻ കർഷകന്റെ പുളിച്ച തെറി കേൾക്കാതെ സ്വന്തമായതൊക്കെ എടുത്ത് നമുക്ക് ഇറങ്ങാം ബിധോവ്. ഇപ്പോ തന്നെ വരൂ. ബിധോവ്, എന്തിനാണ് ഈ മൗനം? ഞങ്ങളുടെ ബംഗ്ലാവിൽ ആവശ്യത്തിലധികം മുറികളുണ്ട്. പടിഞ്ഞാറു ഭാഗത്തെ റൂഫ് ഗാർഡനിൽ ഇരുന്നാൽ തനിക്ക് പ്രിയങ്കരമായ ഡാന്യൂബ് നദി ഒഴുകുന്നത് കാണാം. അതിരാവിലെ ഇരുളിനെ കീറിവരുന്ന ഉദയകിരണങ്ങളും കിരണങ്ങളേറ്റ് രോമാഞ്ചിതമാകുന്ന മരക്കൂട്ടങ്ങളും കിഴക്കൻ കുന്നുകളിൽ നിരന്നു നിൽക്കുന്നത് കാണാം. കാൽപ്പനികതയുടെ ചരിവോരങ്ങളിൽ ഏകനായി നടക്കാം ബിധോ. താങ്ക്സ് മൈ ഫ്രണ്ട്സ്, താങ്ക്സ് എ ലോട്ട്. സന്തോഷിക്കാൻ ഇതൊക്കെ തന്നെ അധികം. ഡിയർ ഫ്രണ്ട്സ്, ചുറ്റും നടക്കുന്നത് കേൾക്കാനാവാതെ ചെവി വട്ടം പിടിക്കുന്ന ബിധോവിനെ കാണുമ്പോൾ പറയൂ, നിങ്ങളുടെ മുഖത്ത് എന്ത് വികാരമായിരിക്കും? ദൈന്യത, എ കൈൻഡ് ഓഫ് പിറ്റി. മറ്റെന്തിനേക്കാളും ആ ദൈന്യത എന്നെ വേദനിപ്പിക്കും. ഇഷ്ടമുള്ളവരുടെ ദുഃഖം കണ്ട് ധീരനാകാൻ ബിധോവിന് കഴിയില്ല. സോ ലെറ്റ് മീ അലോൺ. വാടക കുടിശ്ശിക വീർപ്പ് മുട്ടിക്കുന്ന ഈ കുടിസുമുറിയിൽ ഞാനും എന്റെ ഹൃദയ നൊമ്പരങ്ങളും മാത്രം മതി. ഇല്ല ബിധു, ലോർച്ചന പറയുന്നത്. നിന്നെ ഞങ്ങൾ തനിയെ വിടില്ല. നിന്റെ സന്തോഷത്തിനു വേണ്ടി എന്തിനും ഞാൻ ഒരുങ്ങും. എന്തിനും നീ ഒരുക്കമാണോ ലോർച്ചൻ? പറയൂ, എന്താണ് വേണ്ടത്? പറയൂ ബിധു. വേണ്ടത് എനിക്ക് നിന്നെ വേണം. നിന്നെ എനിക്ക് വേണം. ബിധു, ബിധോ, അവളെവിടെ? അത് പറയാൻ നീ ആരാ? കൊല്ലും ഞാൻ. ഇവൾക്ക് വേണ്ടി നിന്നെ ഞാൻ കൊല്ലും. ബിധു, വിടൂ ബിധു. എന്റെ ഭാഗ്യറെ വിടൂ. ഇല്ല, ഇവനുണ്ടായാൽ നിന്നെ എനിക്ക് കിട്ടില്ല. ബിധു, മരിക്കട്ടെ ഈ ചതിയൻ. ബിധു, വിട്ടില്ലെങ്കിൽ ഞാൻ ഈ കസേര കൊണ്ട് നിന്റെ തലക്കടിച്ച് പൊട്ടിക്കും. വിടാൻ. എന്നെ സന്തോഷിപ്പിക്കാൻ എന്തിനും നീ തയ്യാറാണെന്ന് പറഞ്ഞില്ലേ? അതിന് കഴിയില്ലെന്ന് തെളിയിക്കാൻ ഒരു കൊച്ചു നാടകം. ബിധോ, നിങ്ങളെ ഞങ്ങൾക്ക് ശരിയായി ധരിക്കാൻ കഴിഞ്ഞില്ല. മാപ്പ് ചോദിക്കുന്നില്ല. പോകാം വാഗ്ലർ. നിൽക്ക്. ഇത്രയും സമയം നിങ്ങൾ പറഞ്ഞതൊക്കെ കേട്ടത് ചുണ്ടനക്കം കണ്ടാണ്. എനിക്ക് തോന്നുന്നു അധികം വൈകാതെ കാതുകളിൽ എന്ന പോലെ കണ്ണുകളിലും മറ വീഴാതിരിക്കാൻ പ്ലീസ് ആത്മാർത്ഥമായി ആശിക്കില്ലേ? അല്ലെങ്കിൽ ഉള്ളുരുകുന്ന പ്രാർത്ഥന അതുണ്ടാകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് സ്വന്തം വിധോ. ഡോക്ടർ സീബർട്ട്, കമോൺ. ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നതെന്ന് തോന്നുന്നു. യെസ്, ഫസ്റ്റ് ടൈം. വേർ ഈസ് മിസ്റ്റർ ബിധോ? ബാത്റൂമിലാണ്. 5 മിനിറ്റ് ഇടവിട്ട് പോകണം. ചുമച്ചു തുപ്പുന്നത് കഫത്തിന് പകരം ചോര. ഡോക്ടർ വാഗ്ലർ എന്ത് പറയുന്നു? ശ്വാസതടസ്സം, ബ്ലഡ് വോമിറ്റിംഗ്. ഒരു തറോ ചെക്കപ്പിനാണെങ്കിൽ എന്നോട് അയാൾ സഹകരിക്കുന്നുമില്ല. വയറിളക്കം ഈയിടെ കണ്ടു തുടങ്ങിയതാണോ? കൃത്യമായി അറിയില്ല. ചിലപ്പോ കടുത്ത നീരും കാണപ്പെടുന്നുണ്ട്. ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് മീ. അദ്ദേഹത്തിന്റെ മോറൽ സൈഡ് എങ്ങനെ? ഐ മീൻ വിത്ത് ലേഡീസ്. അതൊരു വീക്ക്നെസ് ആണ്. പക്ഷെ ഇല്ലീഗൽ കണക്ഷൻസ് ഉള്ളതായി അറിയില്ല. എന്താ ഡോക്ടർ? ഓ, നത്തിങ്. ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ. യെസ്, വെൽക്കം. ആർ യു ഫൈൻ? യെസ് ഡോക്ടർ. ഈ ലോകത്തിലെ ഏറ്റവും വലിയ സുഖം ഏതാണ്? കുഴയ്ക്കുന്ന ചോദ്യമാണല്ലോ.
താങ്കൾ തന്നെ ഉത്തരം പറയുന്നതാവും നല്ലത്. പറയാം. വയറ്റിനുള്ളിൽ നിന്ന് അമേദ്യം പുറത്തു ചാടാൻ വെമ്പി നിൽക്കുമ്പോ സൗകര്യമായൊരു സ്ഥലം കിട്ടുക, അതിലും വലിയൊരു സുഖം ലോകത്തുണ്ടാവില്ല ഡോക്ടർ. ഞാനിപ്പോ ആ സുഖം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഡോക്ടർ. മിസ്റ്റർ ബിദോ, റിലാക്സ് റിലാക്സ്. ഐ എം ഓൾ റൈറ്റ്. ഈ വാഗ്ലർ ഉണ്ടല്ലോ, ഈ പൊട്ട ഡോക്ടർ, ഓരോന്ന് പറഞ്ഞ് എല്ലാവരെയും പേടിപ്പിച്ചിരിക്കുന്നു. ഇവൻ പറഞ്ഞൊരു പൊട്ടത്തരം കേൾക്കണ്ടേ? എന്റെ ഉള്ളില് വൻതോതിൽ ഈയം കടന്നിട്ടുണ്ടെന്ന്. വെള്ളമായാലും വീഞ്ഞായാലും അനുസരിക്കില്ല. ഈയപ്പാത്രത്തിൽ വെച്ചേ കുടിക്കൂ. അതത്ര നല്ല ശീലമല്ല. റിയാക്ഷന് സാധ്യതയുണ്ട്, സൂക്ഷിക്കണം. റീസ് എത്തി. ബ്ലഡ് റിസൾട്ട് ഡോക്ടറെ കൊടുത്തേക്കൂ. എന്റെ മാഷിന് എന്ത് രോഗമാണ് ഡോക്ടർ? ന്യൂമോണിയ അല്ലെങ്കിൽ സിറോസിസ്, പലരും അങ്ങനെയാണ് പറഞ്ഞത്. എനിത്തിങ് മോർ ഡോക്ടർ? യെസ്, ഇമ്മ്യൂണിറ്റിയെ പാടെ തകരാറിലാക്കുന്ന ഒരുതരം വെനേറിയൽ ഡിസീസ്, ലൈംഗിക രോഗം. ഭേദമാകുവാനുള്ള എല്ലാ വഴികളും അടഞ്ഞു കഴിഞ്ഞു. ഐ ആം സോറി ഫ്രണ്ട്സ്, ഹി ഈസ് സിങ്കിങ്. ഡോക്ടർ സീബറ്റ് നൽകിയ അന്ത്യവിധി. ഹി ഈസ് സിങ്കിങ്. ബിധു, നീ എത്ര വൃത്തികെട്ടവനാണ്! സമൂഹം വെറുക്കുന്ന ഏറ്റവും വൃത്തികെട്ട ലൈംഗിക രോഗി. ലൈംഗികത അനുഭവിച്ചറിയാത്തയാൾ ലൈംഗിക രോഗിയായി മരിക്കുക മരണദേവനും ക്രൂരത കാട്ടുകയാണല്ലോ. വേണ്ട, ദുർമാർഗിയായ ബിധുവിനെ നീ ജീവിച്ചിരിക്കാൻ പാടില്ല. ആത്മഹത്യ ഞാനത് ചെയ്യും. ലുക്വിക്, അമ്മ, ആഹാ, പപ്പയുണ്ടല്ലോ. എന്നു മുതൽക്കാണ് നീ ഇങ്ങനെ താന്തോന്നിയായത്? നീ ആത്മഹത്യ ചെയ്താൽ ആരെയാവും ലോകം കുറ്റപ്പെടുത്തുന്നത്? ജനിപ്പിച്ചു വളർത്തിയ പപ്പയെയും അമ്മയെയും അല്ലേ? ആത്മഹത്യ പാപമാണ്. നീ അത് ചെയ്യരുത് മോനെ. ഇല്ല, സത്യമായും ആ ചിന്ത ഞാൻ ഇതാ അവസാനിപ്പിക്കുന്നു. അതുകൊണ്ട് ഞാൻ മരിക്കാതിരിക്കുമോ? മോനെ, ദൈവം അറിയാതെ നിന്റെ തലയിൽ നിന്ന് ഒരു മുടിയെങ്കിലും കൊഴിയാൻ ഇട വരുന്നില്ല. വിശ്വസിക്കേ. എന്റെ മോൻ മമ്മയോട് കലഹിക്കരുത്. മതവും ദൈവവും നിന്റെ ജന്മശത്രുക്കളാണെന്നറിയാം. ഈ കഷ്ടതയ്ക്കിടയിലെങ്കിലും ദൈവത്തെ വിശ്വസിക്കുമോനെ. സർവ സങ്കടങ്ങളും അവിടുത്തെ പാദങ്ങളിൽ ഇറക്കി വെച്ച് പ്രാർത്ഥിച്ചാൽ നിനക്ക് സമാധാനം കിട്ടും. ആലോചിച്ച് തീരുമാനിക്കേ. മമ്മ, അമ്മ, എന്നെ തനിച്ചാക്കിയിട്ട് പോയോ? ഈ മണിയൊച്ച എന്റെ ഹൃദയം വിളക്കുന്നു. എന്താണ് ഞാൻ തീരുമാനിക്കേണ്ടത്? എത്ര മധുരമായ സംഗീതം! എന്റെ സിംഫണികൾക്കില്ലാത്തൊരു ദിവ്യഭാവം എനിക്ക് അനുഭവപ്പെടുന്നു. പിതാവേ, ഒരു കത്തോലിക്കനായി ജനിച്ചിട്ടും അവിടുത്തെ ആലയത്തിൽ കാലുകുത്തിയിട്ടില്ല. ഭൂമിയിൽ സകലരും കൈവിട്ടിരിക്കുന്ന ഈ നിമിഷത്തിൽ അമ്മ, ഞാൻ തീരുമാനിക്കുന്നു, ഇന്നു മുതൽ ഞാനൊരു കത്തോലിക്കനാണ്. ഞാൻ ദൈവത്തെയും ദൈവം എന്നെയും സ്വീകരിക്കുന്നു. എന്തുപറ്റി എന്റെ വിരലുകൾക്ക്? എത്ര ശ്രമിച്ചിട്ടും ഓടുന്നില്ല. ഒരു 10ാം സിംഫണി കൂടെ നടക്കുമെന്ന് തോന്നുന്നില്ല. ലുഡ്വിഗ്,
ആരാ എന്റെ തോളത്ത് പിടിച്ചത്? ഓ ഓ, പപ്പ മറഞ്ഞു നിൽക്കുകയായിരുന്നു. മനഃപൂർവ്വം പ്രാക്ടീസ് നിർത്തിയതല്ല. വിരലുകൾക്ക് ഒരു തളർച്ച, മരവിപ്പ്. തല്ലരുത്. ഞാൻ ഒന്നുകൂടെ ശ്രമിച്ചു നോക്കാം. കുടിച്ചു വന്ന് തല്ലുന്നൊരു ഭ്രാന്തനായിട്ടാണോ മോന്റെ മനസ്സിൽ പപ്പ ജീവിക്കുന്നത്? പപ്പയുടെ തല്ല് പുളിച്ച വീഞ്ഞിൽ മുക്കിയ തെറി, പിന്നെ മുഷിഞ്ഞ കോട്ടിന്റെ പോക്കറ്റിൽ ചപ്പിച്ചതഞ്ഞു കിടക്കുന്ന ഓറഞ്ച്, അവയിൽ നിന്ന് കിട്ടിയ സുഖം. പപ്പ, സോ സ്വീറ്റ്. ഇന്നലെ നീ എത്ര അനുസരണയുള്ളവനായിരുന്നു. മമ്മ പറഞ്ഞതുപോലെ നിന്റെ മാനസാന്തരം ഞങ്ങളെ വളരെയധികം സന്തോഷിപ്പിക്കുന്നു. എന്റെ മാനസാന്തരം മറ്റൊന്നിനുമല്ല, 10ാം സിംഫണി കൂടെ പൂർത്തിയാക്കണം. വേണ്ട മോനെ, നിന്നെ ദൈവത്തിലേക്കെടുക്കാനുള്ള സമയമായിരിക്കുന്നു. പപ്പ, നീ മരണത്തോടടുക്കുകയാണ്. അയ്യോ പപ്പ, അങ്ങനെ പറയരുത്. എന്റെ പിയാനോയിൽ ഒരിക്കൽ കൂടെ വിരലോടിക്കണം. കഴിയില്ല. ഇനിമേൽ നിന്റെ സുഹൃത്തുക്കൾ കട്ടിലിൽ വളർന്നു പെരുകുന്ന മൂട്ടയും പാറ്റയും പഴുതാരയും പിന്നെ ഓ, എന്താണ് എന്റെ പുറത്ത് കുത്തി നോവിക്കുന്നത്? കുനുകുനാന്ന് കുത്തുന്ന മൂട്ടകൾ, ശ്ശോ, വട്ടമിട്ട് പറക്കുന്ന പാറ്റകൾ, തലങ്ങും വിലങ്ങും പഴുതാരകൾ എഴയുന്നു. അയ്യോ, എന്തൊരാക്രമണം! രക്ഷിക്ക്, ആരെങ്കിലും എന്നെ രക്ഷിക്കില്ലേ? പപ്പ, പപ്പ! ബിധോ, ബിധോ, കൊണ്ടുവന്നോ? എടുക്ക്, വേഗമാവട്ടെ. മൂട്ടപ്പൊടിയാണോ? ചെല്ലുപൊടി ആയാലും മതി. പാറ്റകളെ പിന്നെ സഹിക്കാം. ഒന്ന് എടുക്ക് വേഗം. ബിധോ, ബിധോ, എന്തൊക്കെയാണ് ഈ പറയുന്നത്? നോക്കൂ ബിധോ, എന്നെ മനസ്സിലായില്ലേ? ലോർച്ചൻ, മിസ്സിസ് വാഗ്ലർ, എന്താ നിൽക്കുന്നത്? ഇരിക്ക്. എന്തു പറ്റി? പേടിച്ച പോലുണ്ടല്ലോ. ഇല്ല, ഒരു വല്ലാത്ത സ്വപ്നം. നിങ്ങളാണോ ഞാനാണോ കണ്ടതെന്നറിയില്ല. വേണ്ട, വേണ്ട ബിധു, എണീക്കണ്ട. ഞാന് നെഞ്ചൊന്ന് തടവി തരട്ടെ. റിലാക്സ് ബിധു, റിലാക്സ്. താൻ തൊട്ടപ്പോ ഒരു പുനർജന്മം കിട്ടിയതുപോലെ ഒരു മോഹം നിന്നെ ചുറ്റിപ്പിടിച്ച് ഈ മുറിയിലൊന്ന് ചുറ്റിക്കറങ്ങ. വിരോധമുണ്ടോ? ബിധു, എന്നും നൊമ്പരപ്പെടുത്തിയിട്ടേ ഉള്ളൂ. ഈ സായാഹ്നത്തിലെങ്കിലും എന്റെ ഉള്ളൊന്ന് കാണാൻ ശ്രമിച്ചൂടെ? ഇനിയും ശ്രമിക്കണോ? 12ാം വയസ്സിൽ ശിഷ്യയായി മുന്നിൽ വന്ന നിമിഷം തന്നെ നിന്റെ ഉള്ളിൽ ഞാൻ കണ്ടിരുന്നു. എന്റെ ബിധു, വിധിച്ചില്ല. പ്രശസ്തിയുടെ കൊടുമുടി കയറുമ്പോൾ ഇഷ്ടപ്പെട്ടവളെ കൂട്ടിനു കൂട്ടാൻ മറന്നു വിട്ടി. ഒന്ന് കിടന്നോട്ടെ. ആരാ വന്നത്? പുരോഹിതനാണ്. കൂടെ ആന്റണും വാഗ്ലറുമുണ്ട്. എന്റെ റീസന്റെ ഞാനിവിടെ ഉണ്ട് മാഷെ. ഫാദർ, ഈശോ മിശിഹായ്ക്ക് സ്തുതി. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എന്റെ അവസാന ആഗ്രഹം അന്ത്യകൂദാശ. എനിക്കതിന് അർഹതയുണ്ടോ? കർത്താവിന്റെ സ്നേഹത്തിന് മുന്നിൽ അനർഹർ ആരുമില്ല. ദിവ്യമായ അന്ത്യകൂദാശ കർത്താവ് തന്നു കഴിഞ്ഞു. ഇനി ശാന്തമായി ഉറങ്ങാം. ആകാശം പൊട്ടിപ്പിളരുന്ന പോലാണല്ലോ ഇടിവെട്ടുന്നത്.
എന്തൊരു തണുപ്പ്! മാർച്ച് മാസത്തിൽ ഇങ്ങനെയൊരു തണുപ്പ് മുമ്പെങ്ങും ഉണ്ടായിട്ടില്ലല്ലോ. ഫാദർ പറഞ്ഞതുപോലെ ഇന്ന് വല്ലാത്തൊരു ദിവസം തന്നെ. ഇന്ന് തീയതി 1827 മാർച്ച് 26. 5 മണിയായിട്ടുള്ളൂ. അർദ്ധരാത്രിയുടെ കോളുണ്ട്. ബിഥോവൻ ഉണർന്നെങ്കിൽ നമുക്ക് പോകാമായിരുന്നു. മാഷേ, എന്റെ മാഷേ. റീസ് അല്ലേ അത്? പോയി നോക്കാം. മമ്മ വന്നില്ലേ? പൊട്ടറ്റോ സൂപ്പ് എപ്പോഴാ കൊണ്ടുവരുന്നത്? വിധോ, ശാന്തമായി കിടക്ക്. പാപ്പ എപ്പോഴാ വന്നത്? ഓറഞ്ച് എവിടെ? മാഷേ, ഒന്നുമില്ല, ഒന്നും വരില്ല ബിധു. ഉറങ്ങിക്കോളൂ. ഗുഡ് നൈറ്റ്. ഉറങ്ങുന്നു. ജർമ്മനിയുടെ പ്രിയപ്പെട്ട സംഗീതജ്ഞൻ, സിംഫണികളുടെ രാജകുമാരൻ എന്ന ബിഥോവൻ ഇന്നു വൈകുന്നേരം 5:15 അന്തരിച്ച വിവരം വ്യസനസമേതം അറിയിച്ചുകൊള്ളുന്നു. സിംഫണികളുടെ രാജകുമാരൻ നാടകം സമാപിക്കുന്നു. രചന ആര്യനാട് സത്യൻ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും: ബിഥോവൻ GR നന്ദകുമാർ, ലോർച്ചൻ ഭാഗ്യലക്ഷ്മി, ജൊഹാൻ MR ഗോപകുമാർ, മേരിയ കാലടി ഓമന, വാഗ്ലർ അനന്തപുരം രവി, ആന്റൺ ആൽബർട്ട് അലക്സ്, റീസ് പള്ളിപ്പുറം ജയകുമാർ, ആൻഡ്രിയാസ് ശ്രീജിത്ത് പാല, മത്സൻ കോട്ടയം അനിൽ, ഡോക്ടർ സീബർട്ട് ബിജു കല്ലുവാതുകൽ, ഫാദർ മണികണ്ഠൻ മടവൂർ. ബിഥോവന്റെ ബാല്യം മാസ്റ്റർ ബ്രഹ്മദത്ത് അയ്യർ. പശ്ചാത്തല സംഗീതം ബൈജു അഞ്ചൽക്കാരം. സാങ്കേതിക സഹായം സജി മാത്യു. സംവിധാന സഹായം M നിസാമുദ്ദീൻ, പുഞ്ചിരി രാജേന്ദ്രൻ. സംവിധാനം N ശശികുമാർ. അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം.